ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. കായംകുളം BRCയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അനാരോഗ്യമായ ഭക്ഷണശീലം കുട്ടികളിലുണ്ടാക്കുന്ന മാറ്റം എന്ന വിഷയത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ ഭാഗമായാണ് ക്ലാസ് നടത്തിയത്. കായംകുളം BRC, കായംകുളം ലാബ് ആൻഡ് സ്കാനിംഗ് സെന്റർ, ആലപ്പുഴ ജില്ലാ നിയമസേവന അതോറിറ്റി, കാർത്തികപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചത്. ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. സ്ട്രീം 3ാം ഘട്ട പ്രോജക്ടിന്റെ ഭാഗമായി അനാരോഗ്യകരമായ ഭക്ഷണശീലം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന പഠന വിഷയത്തിന്റെ ഭാഗമായാണ് പരിപാടി നടന്നത്. ആലപ്പുഴ ജില്ലാ നിയമസേവന അതോറിറ്റി, കാർത്തികപ്പള്ളി താലൂക്ക് നിയമസേവന കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ നിയമ ബോധവൽക്കരണ ക്ലാസും നടന്നു. BRC ഓട്ടിസം സെന്ററിൽ നടന്ന യോഗം മുനിസിപ്പൽ വികസനക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ S. കേശുനാഥ് ഉദ്ഘാടനം ചെയ്തു. വൃക്കരോഗികളുമൊക്കെയായി ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഡയാലിസിസ് സെന്റർ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവർത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ്? വളരെ ചെറുപ്പത്തിൽ തന്നെ ഡയാലിസിസിന് അടിമപ്പെടുന്നു. അതുപോലെ തന്നെ ഹൃദ്രോഗികളായി ചെറുപ്പക്കാർ മാറുന്നു. അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ പോലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മുടെ ഭക്ഷണ രീതിയിലുണ്ടായ മാറ്റമാണ്. മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാമിൽ ആനിമോൻ അധ്യക്ഷത വഹിച്ചു. ഈ 2 മാസത്തെ അവധി കാലത്ത് വായനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടുന്നതായ സാഹചര്യം ഒരുക്കണം. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നമ്മുടെ മക്കൾക്ക് പറഞ്ഞ പോലെ വ്യത്യസ്തങ്ങളായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ അവരുടെ പോരായ്മകളും അവരുടെ മികവുകളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഏറ്റവും മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളാൽ കഴിയുന്ന BRC ട്രെയിനർ നൌഫീറയെ സ്വാഗതം പറഞ്ഞു. സ്റ്റാഫ് സെക്രട്ടറി V. അനിൽ ബോസ് നന്ദി പറഞ്ഞു. തുടർന്ന് ഡോക്ടർ അനു കാർത്തിക, AP രാജീവ് എന്നിവർ ക്ലാസ് നയിച്ചു. ഡയബറ്റീസിന്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പം അത് ആദ്യം നമ്മുടെ കണ്ണിനെയും കൂടി എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് കഴിക്കുമ്പം വിറ്റാമിനുകളുടെ ഡെഫിഷ്യൻസീസ്, മെയിനായിട്ട് കണ്ണിന് വേണ്ട ഒരു വിറ്റമിനാണ് വിറ്റമിൻ A എന്ന് പറയുന്നത്. അപ്പോൾ വിറ്റമിൻ Aയുടെ ഡെഫിഷ്യൻസി കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ കാഴ്ചക്കുറവുകൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സിൽ കൂടി നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പിന്നെ ഇൻക്രീസ് റിസ്ക് ഓഫ് റീനൽ ഇഷ്യൂസ്, അതായത് കിഡ്നി ഇഷ്യൂസ്. അതിനും ഒരു റീസൺ ഈ സ്വീറ്റ് ഷുഗേഴ്സും കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുമ്പോഴും ഹൈ സോൾട്ടി ഫുഡ്സ് കഴിക്കുമ്പോഴും ഇത് കിഡ്നിക്കും പ്രശ്നങ്ങൾ വരാൻ ചാൻസുകളുണ്ട്. അപ്പോൾ ഇറ്റ്സ് ഓൾറെഡി ഹൈ ടൈം നമ്മുടെ ഈ പഴയ ആളുകളെ പോലെയൊക്കെയുള്ള ജീവിത രീതികളിലോട്ട് നമ്മൾ ഓൾറെഡി തിരിച്ചു മാറേണ്ട സമയം കഴിഞ്ഞു. കായംകുളം ലാബ് ആൻഡ് സ്കാനിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും സൗജന്യ ഹീമോഗ്ലോബിൻ പരിശോധനയും നടന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം.